അണ്ണനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞു അണ്ണ എന്ന് ഞാൻ വിളിക്കുകയും എന്നെ അപ്പി എന്ന് തിരിച്ച്. അത് നമ്മുടെ ഈ തെക്കൻ കേരളത്തിലെ പ്രത്യേകിച്ചും തെക്കൻ തിരുവിതാംകൂറിൻ്റെ ഒരു നന്മയുണ്ട്. ഇപ്പം വടക്കൻ വള്ളുവനോടം ഭാഷ കേൾക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ ഭയങ്കരമാണ്, ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ഇങ്ങോട്ട് വരിക എന്നൊക്കെ പറയുമ്പോൾ വലിയ കക്ഷികളെന്നാണ് അവരെ വിചാരം. അതിനൊക്കെയുള്ള എത്രയോ ഗംഭീരമാണ്. മാർത്താണ്ഡവർമ്മയിലെ മലയാളത്തിലെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ, അതിനു മുമ്പ് തന്നെ സി വി രാമൻപിള്ള എഴുതിയതാണ് മാർത്താണ്ഡവർമ്മയും ധർമ്മരാജ്. അതിലെ ഭാഷയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോഴും. അത്ര ഗംഭീരമാണ്. അതെ സാർ, ഞാനിവിടെ ഇവരൊക്കെ എന്നെ കളിയാക്കും. ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്നതാണേ. അപ്പൊ ഞാൻ ഈ ഇവരുടെ അടുത്ത് ആ രീതിയിൽ സംസാരിക്കുമ്പോൾ ഇവര് എന്തിനാ എപ്പോഴും കളിയാക്കും. തിരുവനന്തപുരത്ത് പച്ച നന്ദിയോടെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ജനിച്ചത്. അപ്പൊ ഇവരെന്നെ കളിയാക്കും. ഞാനൊരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. കളിയാക്കുക എന്ന് പറയുന്നത് അത് അവരുടെ പരിമിതിയാണ്. അവർ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ വൈവിധ്യങ്ങളെ കുറിച്ച് അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. അവരോട് സഹതപിക്കുക അത്ര. അല്ല അത് മാത്രമല്ല, ഞാൻ പാറശാല ജനിച്ച് എന്നെ അല്ല ഇവര് തമ്മിൽ ഈ 4 പേര് ഭയങ്കര സുഹൃത്തുക്കളൊക്കെ ആണെങ്കിലും ഈ ബേസിക്കലി ചില അസൂയകളുണ്ടല്ലോ. എല്ലാവർക്കും വേണം. അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. കറക്റ്റ്. അത് മാത്രമല്ല ഈ കൃത്യമായിട്ട് ഇപ്പൊ ഞാൻ വിവാഹം കഴിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഭാര്യ അത് വേണ്ട, എൻ്റെ ചേച്ചി അത് വേണ്ട, അവര് നാത്തൂരാണ്. പക്ഷെ എങ്കിൽ കൂടി അതിനിടയിൽ ഒരു ചെറിയ അസൂയകളെ ഇല്ലേ? മലയാളത്തില് നമ്മളെ തിരുവനന്തപുരത്തുള്ള നല്ല ഭാഷകളൊന്നും പറയത്തുമില്ല, ഒന്നും പറയില്ല. വായോ എന്ന് പറയുന്ന തൃശ്ശൂരെ പറയത്തുള്ളൂ. ആ സമയം മാറും. അല്ലാത്തതൊക്കെ പറയും. പക്ഷെ അപ്സരയുടെ സംസാരം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ വൈഫും മോളൊക്കെ എപ്പോഴും പറയാറുണ്ട്. അപ്സര സംസാരിക്കുന്ന പോലെ സംസാരിക്കുമോ? ഞങ്ങളുടെ ഭാഷ വളരെ വളരെ ലളിതമാണ്. നമ്മൾ ഈ അപ്പി എന്നൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അങ്ങനെ വിളിക്കൂല. ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള ആളിനെ മാത്രമേ വിളിക്കൂ. അല്ലാതെ എല്ലാം കാണുന്ന സഹോദരങ്ങളെ അനിയന്മാരെയൊന്നും അനിയത്തിമാരെയൊന്നും അപ്പിയിൽ നിന്നും വിളിക്കില്ല. വിളിക്കുന്ന ഏറ്റവും അങ്ങനെ ചില സാധനങ്ങളുണ്ട് കേട്ടോ. അണ്ണാന്ന് വിളിക്കുന്നതും ചേട്ടാന്ന് വിളിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞങ്ങൾ പ്രണയിക്കുമ്പോൾ എൻ്റെ ഭാര്യ എന്നെ അണ്ണാന്നാണ് വിളിച്ചിരുന്നത്. കല്യാണം കഴിഞ്ഞ ശേഷം ചേട്ടാ ഇറിറ്റേഷൻ ആയിട്ട് തോന്നി കുറേ ദിവസമേ. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, പിന്നെ ഇനി നാളെ മറ്റന്നാൾ എന്താണ് സംഭവിക്കുന്നത് അതുപോലെ എന്ന് വിചാരിക്കുകയാണ് ചെയ്തത്. അണ്ണ എന്ന് വിളിച്ചിരുന്ന കിട്ടിയിരുന്ന ഒരു സാധനം അപ്പൊ കിട്ടുന്ന ഒരു വേറൊരു സാധനം നമുക്ക് കിട്ടുന്നില്ല. അതൊരു വേറൊരു സത്യസന്ധമായ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു, നമ്മളൊരു ട്രെയിനിൽ ഇരിക്കുന്നു, അടുത്ത് കുറേ കക്ഷികളിരിക്കുന്നു, നമ്മളിങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നു, ഹലോ ഞാൻ കയറി കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, മറ്റാളുകൾ ഇരിക്കുന്നു. നമ്മളൊന്ന് ചിരിച്ചു നോക്കൂ, ഒരാളുടെ മുഖത്ത് നോക്കി. ഒരു പുഞ്ചിരിപ്പൂവിനകലമേ നാം തമ്മിൽ കരുതുവാൻ ഇനി ബാക്കിയുള്ളൂ എന്നറിയും. ഒരു പ്രപഞ്ചം പെട്ടെന്ന് അവിടെ ഉണ്ടാവും. എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് മക്കളെ കുറിച്ച് പറയും. ആ പ്രപഞ്ചം വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ വേറെ പ്രണയിച്ച് വിവാഹം കഴിച്ചു എന്നല്ലേ പറഞ്ഞത്. തെറ്റാണെങ്കിൽ എന്നോടൊന്നും തോന്നരുത്. ഈ പ്രണയിക്കുന്ന സമയത്ത് കവിതകളൊക്കെ എഴുതി കൊടുത്തിട്ടാണോ പ്രണയിച്ചാലേ നിങ്ങളുടെ പ്രണയകാലം ഒന്ന് പറയാമോ? അങ്ങനെയൊന്നുമില്ല. ചുമ്മാ വെറുതെ പ്രണയിച്ചു അത്രേ ഉള്ളൂ. ഞങ്ങളുടെ വീടിനടുത്ത് അതൊന്ന് പറഞ്ഞു. നീ അടുത്തുണ്ടായിരുന്ന കാലം അത് ബാല്യകാലത്ത് ഞങ്ങൾ അതായത് എൻ്റെ ഭാര്യ, ഇപ്പോഴത്തെ ഭാര്യ എന്ന് പറഞ്ഞാൽ അപ്പൊ അവള് വരുന്നതിനെ കുറിച്ചൊക്കെ പണ്ട് കുഞ്ഞായിരിക്കുമ്പോ ബാല്യത്തിൽ നീ അടുത്തുണ്ടായിരുന്ന കാലം ഞാൻ എന്നിലുണ്ടായിരുന്ന പോലെ നീ അടുത്തില്ലാതിരുന്ന കാലം, നീ അടുത്തില്ലാതിരുന്ന കാലം ഞാൻ എന്നിലില്ലാതിരുന്ന പോലെ സ്വപ്നത്തിൽ നീ പുഞ്ചിരിച്ച കാലം എൻ്റെ ദുഃഖങ്ങളെല്ലാം അകന്ന പോലെ നീ അടുത്തുണ്ടായിരുന്ന കാലം കണ്ടിട്ടു കണ്ടില്ല എന്ന ഭാവത്തിൽ നീ കണ്ണുകൊണ്ടം പെയ്ത ബാല്യകാലം, കണ്ടിട്ടു കണ്ടില്ല എന്ന ഭാവത്തിൽ നീ കണ്ണുകൊണ്ടം പെയ്ത ബാല്യകാലം, നോക്കുന്നതെന്തിനു നീ എന്നെയെന്നു നീ നോട്ടത്തിലൂടെ പറഞ്ഞ കാലം, നേരം
വെളുത്താൽ നിനക്കായി വരമ്പത്തെ നീളും നിഴൽ നോക്കി നിന്ന കാലം. നേരം വെളുത്താൽ നിനക്കായി വരമ്പത്തെ നീളും നിഴൽ നോക്കി നിന്ന കാലം. മുന്നോട്ടു പോയിട്ടു പിന്നോട്ടു നോക്കി നീ കണ്ടു ഞാനെന്നോ ചിരിച്ച കാലം. മുന്നോട്ടു പോയിട്ടു പിന്നോട്ടു നോക്കി നീ കണ്ടു ഞാനെന്നോ ചിരിച്ച കാലം. നീ കാണുവാനായി മരം കേറി കൊമ്പത്തെ നീറിന്റെ കൂടൊന്നുലഞ്ഞ കാലം. നീ കാണുവാനായി മരം കേറി കൊമ്പത്തെ നീറിന്റെ കൂടൊന്നുലഞ്ഞ കാലം. നിൽക്കാനിരിക്കാൻ കഴിഞ്ഞിടാതമ്മേ എന്നുള്ളിൽ കരഞ്ഞു ചിരിച്ച കാലം. അക്കാലമാണു ഞാൻ ഉണ്ടായിരുന്നതെന്നിക്കാലമത്രേ തിരിച്ചറിഞ്ഞു. അക്കാലമാണു ഞാൻ ഉണ്ടായിരുന്നതെന്നിക്കാലമത്രേ തിരിച്ചറിഞ്ഞു. നഷ്ടപ്പെടും വരെ നഷ്ടപ്പെടുന്നതിൽ നഷ്ടമെന്താണെന്നതോർക്കില്ല നാം. നഷ്ടപ്പെടും വരെ നഷ്ടപ്പെടുന്നതിൽ നഷ്ടമെന്താണെന്നതോർക്കില്ല നാം. പ്രണയത്തിനോർമ്മ പോലിത്രമേൽ മധുരിക്കുമനുഭൂതി വേറെയുണ്ടോ? മഴ പെയ്തു തോർന്നതിൻ ശേഷമൊരു ചെറുകാറ്റ് കവിളിൽ തലോടും തണുപ്പു പോലെ. നഷ്ടപ്രണയത്തിനോർമ്മ പോൽ ഇത്രമേൽ മധുരിക്കുമനുഭൂതി വേറെയുണ്ടോ?